ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻഡ്വിച്ച് മീഡിയ. ഏറ്റവും അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഓഫ് പ്ലാൻസ്. മറ്റേ ആദ്യമായിട്ടാണ് നമ്മൾ പ്ലാനിന്റെ ഒരു വീഡിയോ വീടിന്റെ അകത്തിരുന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് വോയിസിന് നല്ല മുഴക്കമായിരിക്കും. വോയിസിന്റെ മുഴക്കം തൊണ്ടയിൽ വന്ന്. അപ്പോഴെന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിരുന്നത്, നമുക്കൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട് കേട്ടോ. പ്ലാനിനെ കുറിച്ച് അറിവുള്ളവരും പ്ലാനിനെ കുറിച്ച് അറിയാനുള്ളവരും ആ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് വഴി കയറുന്ന നമുക്ക് പ്ലാനിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം. അപ്പോൾ ആ ചർച്ച ചെയ്യുന്ന നല്ല ഇന്നത്തെ വിഷയം, വീട്ടിലൊരു യെല്ലോ കളർ മഞ്ഞ കളർ ഒരു പൂവ് കൊല കുത്തി കാച്ചു. പൂവ് കൊല കുത്തി കാച്ചു എന്തൊക്കെ പ്രശ്നങ്ങൾ. ഒരു ചെടി നിറയെ പൂത്തറോ. അപ്പോൾ ആ പൂത്തപ്പോഴത്തേക്ക് ഈ വീടിന്റെ അടുത്തൊരു തടമുണ്ട്. തടത്തിൽ കൂടെയൊക്കെ പോകുന്നതിലേക്ക് ഏതാണ് ആ പ്ലാന്റ് എന്ന്. ആ പ്ലാന്റിന്റെ പേര് പക്ഷേ നമുക്കറിയത്തില്ല. നമ്മൾ കുറെ നാൾ പ്ലാന്റ് എന്ന് പറഞ്ഞ് നടന്നിട്ടും പ്ലാന്റിന് ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞിടാം. മോശമല്ലേ അത്? അപ്പോൾ എന്തെങ്കിലും ചുക്കും ചുണ്ണാമ്പ് പോലെ എന്തെങ്കിലും ഒരു വിശേഷങ്ങൾ, ഈ പ്ലാന്റിന്റെ വിവരങ്ങൾ നിങ്ങൾ ഇന്ന് അറിയാമെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ പ്ലാനിനെ കുറിച്ച് അറിവുള്ളവരൊന്ന് പറഞ്ഞു തരണം. ഒപ്പം ഇതിന്റെ കറക്റ്റ് പ്രൊപ്പഗേഷൻ എനിക്ക് പറഞ്ഞു തരുന്ന ആൾക്ക് എൻ്റെ കൈ എൻ്റെ ഫിഗർ എൻ്റെ ഫുൾ ഫിഗറാണ്. അങ്ങനെയായിട്ട് നമ്മുടെ അനന്തപുരം ജില്ലയിലെ പെറ്റ്സ് ആൻഡ് പോർട്സിൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ എന്താണ്, എൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയെടുത്ത് ഞാൻ എന്ത് ചെയ്യാം, കൊറിയറായിട്ട് ഇതിൻ്റെ തൈ അയച്ചു തരും. കറക്റ്റ് പ്രൊപ്പഗേഷൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ആ പ്ലാന്റ് കണ്ടുവരാം. വളരെ കുഞ്ഞു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ആണ് ചെയ്തേക്ക്. വളരെ കുഞ്ഞു വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കാണത്തില്ല, ഇഷ്ടപ്പെടാനൊന്നും കാണത്തില്ല. എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടേച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചെടി കേട്ടോ. സത്യം പറഞ്ഞാൽ ആദ്യം ലീഫ് കാണിച്ചു, അതിൻ്റെ ടോപ്പ് കാണിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചെടി കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ഇതേന്ന് അറിയത്തില്ല. ഇതൊരു 2 വർഷം മുമ്പ് ഞാൻ ഒരു ഗാർഡൻ എന്ന് വെച്ചാൽ ആ ഗാർഡൻ ഇപ്പോഴും പൂട്ടിപ്പോയി കേട്ടോ. ആ ഗാർഡനിൽ അന്നത്തെ കോൺടാക്ട് നമ്പറൊക്കെ എൻ്റെ ഇല്ല താനും. ഇതാണ് അതിൻ്റെ പൂക്കളുണ്ട്, നിറയെ പൂക്കളുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഉണ്ട്, അതിൻ്റെ ഭംഗി നമ്മൾ എങ്ങനെ നിങ്ങളുടെ കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ക്യാമറയുടെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അത്ര കളർ കിട്ടത്തുമില്ല. എങ്കിലും ഞാൻ പൂവൊന്ന് അടുത്ത് കാണിക്കും കേട്ടോ. ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഇതാണ് പൂവ് കേട്ടോ. നമ്മുടെ കണിക്കൊന്നയൊക്കെ പൂത്ത് കിടക്കുന്ന നമുക്ക് കൊല കുത്തി പിടിക്കും. നല്ല പൂവാണ്, നല്ല യെല്ലോ കളറാണ്, കാണാൻ നല്ല ഗുമ്മോട് ഗുമ്മാണ്. ഈ വീടിൻ്റെ മുറ്റത്തൂടെ ഉണ്ട്, ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു തടമാണ്. ആ തടത്തൂടെ പോകണമെന്ന് എല്ലാവരും ഇതിൻ്റെ തൈ ചോദിക്കും. പക്ഷേ ഇത് എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നും അറിയത്തില്ല കേട്ടോ. തൈ എങ്ങനെ ഉണ്ടാക്കാമെന്നും അറിയത്തില്ല. കുറച്ചുകൂടെയൊക്കെ അടുത്ത് ഇതാണ് എൻ്റെ ഇല കേട്ടോ. അപ്പോഴറിയാം, ഞാൻ ഗൂഗിൾ ലെൻസൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാട്ടിലെ ചെടികളാണ് കാണിക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല, അതിൻ്റെ ലീഫൊന്നും ഇതുപോലെ അല്ല വരുന്നത്. കണ്ടോ, എല്ലാ കൊമ്പിലും ഉണ്ട്. അതൊന്ന്, അതിനകത്ത് ഈ 2, 3, 4, ഇവിടെ 5. ഈ 5 ശിഖരങ്ങളാണുള്ളത്. 5 ശിഖരത്തിൻ്റെയും ഏകദേശം ശിഖരത്തിൻ്റെ മധ്യഭാഗത്താണ് പൂത്തേക്കുന്നത് കേട്ടോ. ഇതാണ് ശിഖരമെങ്കിൽ എൻ്റെ മധ്യഭാഗത്ത് വെച്ചാണ് പൂ വരുന്നത്. അപ്പോൾ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ, അത്ര എമർജൻസി അല്ല, അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുമെന്ന് അറിയണം. കാരണം ഞാൻ ഏകദേശം ഒരു 2 മാസത്തോളം ഇതിൻ്റെ ഈ അടിഭാഗത്തെ കൊണ്ടുണ്ടല്ലോ, ഈ ചില്ല ഞാൻ അടിഭാഗത്തോട്ട് പിടിച്ച് മണ്ണിട്ട് വെച്ച്, പക്ഷേ വേരിറങ്ങിയില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഇതിനകത്ത് വിത്ത് ഉണ്ടാകുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇപ്പോഴാണിത് പൂത്തത് കേട്ടോ. വിത്ത് ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനേക്കാൾ ഉപരി ഇതേതാണ് ഈ അടിപൊളി പ്ലാന്റ് എന്നറിയാവുന്നവരെന്ന് പറഞ്ഞു തരണം. അപ്പോൾ ശരി, നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. ആ വീഡിയോ ഇഷ്ടമായാൽ, ഇഷ്ടമാവാൻ വേണ്ടിയൊന്നും ഒന്നുമില്ല, എങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. ബൈ.